ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ കീച്ചേരി ഇടവക അംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ദിബു, എൻ്റെ മോള് ഇസബൽ, കുഞ്ഞ് മിക്കായേൽ. ഹസ്ബൻഡിൻ്റെ അപ്പച്ചനാണ് കൂടെയുള്ളത്. ഞാൻ 2015 മുതൽ കൃപാസനത്തിൽ വരുന്നതാണ്. അന്ന് എൻ്റെ വിവാഹം നടന്നതും ആദ്യത്തെ കുഞ്ഞിൻ്റെ നോർമൽ ഡെലിവറിയുമെല്ലാം ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്. അതിനുശേഷം ഞാനിവിടെ വരുന്നുണ്ടെങ്കിലും ഉടമ്പടി പിന്നീട് പുതുക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ 3.5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വീണ്ടും രണ്ടാമതൊരു കുഞ്ഞിനെ ആഗ്രഹമുണ്ടെങ്കിലും ലഭിക്കാതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവ് ആഗ്രഹിക്കുന്നത് ഇനിയൊരു ഉടമ്പടി പുതുക്കിയതിന് ശേഷം കുഞ്ഞിനെ തരാനായിരിക്കുമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ പുതിയ ഉടമ്പടിയാണ് എടുത്തത്. 2022 ഫെബ്രുവരിയിൽ പുതിയ ഉടമ്പടി എടുത്തു. അതിനുശേഷം 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്ന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനൊരു 8-9 വർഷമായിട്ട് പുറത്തെവിടെയെങ്കിലും പോകാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുമാതിരി എല്ലാ സ്ഥലത്തും തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല. കുറേ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കാൻ ഞാൻ OET ഞാൻ ഇടയ്ക്ക് പഠിക്കും, പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. എക്സാം ഒന്നും എഴുതിയില്ല. ഒന്നിലും ഒരു കംപ്ലീഷൻ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മ ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഈ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു എടുത്ത് എനിക്ക് പഠിക്കാനോ ജോലിക്കായിട്ട് പരിശുദ്ധ അമ്മ പുറത്തേക്ക് പോകാനുള്ള ഒന്ന് ശരിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നോർക്ക വഴിയുള്ള ട്രിപ്പിൾ വിൻ ടു ജർമ്മനി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ലിങ്ക് കിട്ടി. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന് മുൻപ് 1 വർഷം മുൻപേ അതിന് അപ്ലൈ ചെയ്തപ്പം അവരെന്നെ വിളിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അതിന് കൊടുത്തില്ല. ഇത് 3ാമത്തെ ബാച്ചായിരുന്നു. അങ്ങനെ ഈ 3ാമത്തെ ബാച്ചിൽ ഞാനത് അപ്ലൈ ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ അന്ന് അതിന് എല്ലാ സർട്ടിഫിക്കറ്റുകളും സബ്മിറ്റ് ചെയ്തത്. ആ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതും എനിക്കറിയില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ. പക്ഷേ ഉടമ്പടി കാശുരൂപം വെച്ചിട്ട് എല്ലാം നല്ല സ്പീഡിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ തന്നെ എനിക്കത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലായിട്ട് തോന്നി. അതിനുശേഷം അവർ ഇൻ്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിലെൻ്റെ പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പം ഏകദേശം 2000-ഓളം പേരുണ്ടായിരുന്നു. 300 പേരെ അവർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇൻ്റർവ്യൂവിന് മെയിൽ വന്ന് അതൊക്കെ പ്രിൻ്റ് എടുത്ത് അച്ഛനെ കാണിച്ച് ഇവിടെ വന്ന് വെഞ്ചരിച്ച കാശുരൂപമായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും അത് ശരിക്കും ഒരു അഭിഷേകമുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥനയും ഉടമ്പടിയിൽ ഏറ്റവും ചേർന്ന് നിന്ന ദിവസങ്ങളായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ പരിശുദ്ധ അമ്മ എനിക്കത് തന്നു. ആ പരിശുദ്ധ അമ്മയ്ക്ക് അതിന് ഒത്തിരി നന്ദി പറയുന്നു. അതിനുശേഷം ഇതിൻ്റെ ക്ലാസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരുന്നത്. കൊച്ചിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. പരിശുദ്ധ അമ്മ അതും എനിക്ക് അനുകൂലമാക്കി കൊച്ചിയിൽ അറേഞ്ച് ചെയ്ത് തന്നു. അതിനുശേഷം A1 അതിന് മുൻപ് നടത്തിയ 2 ബാച്ചുകളിലും ഓഫ്ലൈനായിട്ടായിരുന്നു. അപ്പോൾ ഇത്രയും കൊച്ചുമായിട്ടൊക്കെ എനിക്കത് ഓഫ്ലൈൻ ക്ലാസ്സിന് പോയി വരാൻ പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പം A1ൻ്റെ 2 മാസത്തെ ക്ലാസ് ഓൺലൈൻ ആണെന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട സമയമായപ്പോൾ ഞാൻ വിചാരിച്ചു 24 അവർ റിസൈൻ കൊടുത്തിട്ട് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ അതിന് പറ്റിയില്ല. 2 ആഴ്ച മുൻപ് നിയമം മാറ്റി 24 കൊടുക്കാൻ പറ്റില്ല, 1 മന്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതെനിക്ക് അനുകൂലമായിട്ട് വേണ്ടി തന്നെയായിരുന്നു. ആ 1 മന്ത് കൊടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് സാലറി ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ ഇറങ്ങാൻ പറ്റിയത്. ഞങ്ങളുടെ നഴ്സിംഗ് സൂപ്രണ്ട് എനിക്ക് ക്ലാസ്സുകൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് A1ൻ്റെ ക്ലാസ് കൂടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതും എനിക്ക് അനുകൂലമായി കിട്ടി. A2വിൻ്റെ ക്ലാസ് തുടങ്ങാറായപ്പോഴേക്കും എനിക്ക് റിസൈൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. പിന്നെ A2വിൻ്റെ എക്സാം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി. ഇതിൻ്റെ ഒരു ചിലവുകളും നമ്മൾ എടുക്കണ്ട. ഈ പഠിപ്പിക്കുന്നതും എല്ലാം ഫ്രീ ആയിട്ടായത് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഏർപ്പെടുത്തി തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. A2ഉം B1ഉം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുന്നവർക്ക് അവരൊരു ബോണസ് നൽകുന്നുണ്ട്. അങ്ങനെ A2 എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റി. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം
എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു, എംപ്ലോയറുടെ ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഒക്കെ ആയിരുന്നു ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുമായിരിക്കുമെന്ന്. പക്ഷേ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ഒത്തിരി ശക്തമായിട്ട് ഉടമ്പടിയിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. B1 എക്സാമാണ് അടുത്ത് വരുന്നത്. പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും ഒക്കെ ആയിട്ടാണ് ഞാൻ B1 എക്സാമിന് പോയത്. B1 എക്സാം വളരെ ടഫായിരുന്നു. ആ എക്സാമിന് എനിക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസറുകൾ പോലും വായിച്ച് തീർക്കാൻ പറ്റിയില്ല. അതിനു മുൻപേ സമയം തീർന്നു പോയി. റൈറ്റിങ്ങിന് ഞാൻ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ തന്നെ മാറിപ്പോയി. പക്ഷെ ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് എനിക്ക് എന്നാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ എനിക്കിത് പരിശുദ്ധ അമ്മ വഴി ഞാൻ സബ്മിറ്റ് ചെയ്തതാണ്, അമ്മ എനിക്കിത് തരും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എക്സാം റിസൾട്ട് വന്നപ്പോഴേക്കും B1 2 വിഷയത്തിന് ഞാൻ B1 പാസ്സായി. എനിക്ക് പാടായിരുന്ന 2 സബ്ജക്റ്റുകൾ കൃത്യം പാസ് മാർക്കോടെ തന്നെയാണ് പരിശുദ്ധ അമ്മേനെ ജയിപ്പിച്ചത്. ഞങ്ങളുടെ ബാച്ചിൽ 22 പേരിൽ 4 പേരാണ് പാസ്സായത്. ആ അനുഗ്രഹം പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. അതിനുശേഷം വേറെ ഇൻ്റർവ്യൂകളൊക്കെ വന്നു. പിന്നെ വന്നതൊക്കെ ഒരു പരീക്ഷണ ഘട്ടം തന്നെയായിരുന്നു. ഇൻ്റർവ്യൂ ആദ്യത്തേത് ഞാൻ ഫെയിലായെന്ന് പറഞ്ഞല്ലോ. രണ്ടാമതൊരു ഇൻ്റർവ്യൂ വന്നു, അതെനിക്ക് കിട്ടിയില്ല. വീണ്ടും മൂന്നാമത് വന്നു, ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഇൻ്റർവ്യൂ ലിങ്കുകളൊക്കെ ഇങ്ങനെ വരുന്നു. അങ്ങനെ ഒത്തിരി ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിരുന്നു അത് ഇൻ്റർവ്യൂ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ എനിക്ക് യോജിച്ച ഒരു സ്ഥലവും ഇൻ്റർവ്യൂവും എനിക്ക് വേണ്ടി ഒരുക്കി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മെയ് മാസത്തിൽ മെയ് 2-ാം തീയതിയിലേക്ക് അടുത്ത ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ വന്നപ്പോഴേക്കും എനിക്ക് ഉറപ്പായി ഇത് പരിശുദ്ധ അമ്മയുടെ മാസമാണ്, പരിശുദ്ധ അമ്മ എനിക്കിത് തരും. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇവിടെ വന്ന് മെയ് മാസം വണക്കവും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷെ വന്നില്ല. അപ്പം ഞാനോർത്തു പരിശുദ്ധ അമ്മ ഇതെനിക്ക് തരും. പക്ഷേ ഈ റിസൾട്ട് വരാതായപ്പോഴേക്കും എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, റിസൾട്ട് ഞാൻ എന്തായാലും ആയിക്കോട്ടെ, ജയിച്ചാലും തോറ്റാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞ് എനിക്കൊരു 5 ദിവസത്തെ ക്ലാസ് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് എല്ലാ മാസവും കൃപാസനം പത്രം മേടിച്ച് ഞാൻ പോകുന്നിടത്തെല്ലാം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ വന്ന് എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പത്രം മേടിച്ച് തരും, ഞാനാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ കൃപാസനം പത്രം ഞാൻ 4 കെട്ട് പത്രം മേടിച്ചു. ട്രിവാൻഡ്രത്ത് പോകുന്ന വഴി റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് അപ്പോൾ എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓർഫനേജിലും ഒക്കെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല. എന്തോ ഒരു പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. കൃപാസനം പത്രമാണേലും ഞാൻ കൊടുക്കാൻ നേരത്ത് എന്തെങ്കിലും ഒരു നോട്ടീസ് വിതരണം ചെയ്യുന്ന പോലെ കൊടുക്കുകയാണെന്ന് തോന്നിയാൽ ഞാൻ ഉടനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അപ്പോൾ അതെനിക്ക് അഭിഷേകത്തോടെ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോരുമ്പോഴേക്കും ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ട്രിവാൻഡ്രത്ത് പോകുന്ന വഴിക്ക് ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ഒത്തിരി ദൂരെ പോകാനുള്ളതാണ്, ഞാൻ കൃപാസനത്തിൽ നിന്ന് വരുവാണ്, എൻ്റെ കയ്യിൽ പൈസ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പൈസ എൻ്റെ കയ്യിൽ 700 രൂപ ഞാൻ അവർക്ക് കൊടുത്തു. അതിനുശേഷം അപ്പോൾ അവനോട് പറഞ്ഞു, മോളുടെ മനസ്സിലുള്ള ആഗ്രഹം പരിശുദ്ധ അമ്മ സാധിച്ചു തരും എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ വീണ്ടും അനുഗ്രഹിച്ചു. അപ്പോൾ ഈ ഇൻ്റർവ്യൂ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു, ഇതെന്തായാലും നിനക്ക് കിട്ടും, കാരണം ഈ ഹോസ്പിറ്റലിൻ്റെ പേര് തുടങ്ങുന്നത് മരിയൻ എന്നാണ്, മരിയൻ സ്ട്രൗസേ ക്ലിനിക് എന്നാണ്. അപ്പോൾ എനിക്കറിയാം പരിശുദ്ധ അമ്മ അങ്ങനെ എൻ്റെ ഈ കാര്യവും ഏറ്റെടുത്ത് നടത്തി തന്നു. എൻ്റെ വിസയും എല്ലാം പ്രോസസ്സിങ്ങും എല്ലാം ഭംഗിയായിട്ട് നടന്നു. എനിക്ക് വിസ വന്നു. ഈ കഴിഞ്ഞ 14-ാം തീയതിയാണ് വിസ വന്നത്. ടിക്കറ്റ് ഡിസംബർ 11-നാണ്. വിസ വരുന്നതിന് 2-3 ദിവസമായിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്യുമ്പോഴേക്കും അതിൽ ഒരു മഴവില്ലിൻ്റെ രൂപവും കൂടെ ആ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് ഫോട്ടോ എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എൻ്റെ വിസ വരാറായിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വെള്ളിയാഴ്ച വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച എനിക്ക് വരുവുള്ളായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ശനിയാഴ്ച രാവിലെ
5:30-ക്കുള്ള അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും കാണും, അത് ഷെയർ ചെയ്യും. അപ്പോൾ അതന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് മാതാവിൻ്റെ പ്രത്യേക ദിവസമാണ്, ഇന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ പ്രത്യേക ദിവസമാണെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് രോഗസൗഖ്യങ്ങളാണ്. എൻ്റെ കുഞ്ഞിന് ഒരു ദിവസം ഈ B1 എക്സാമിനൊക്കെ മുൻപായിട്ട് ഒരു വൈകുന്നേരം പനി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തുടപ്പിച്ച് മരുന്നൊക്കെ കൊടുത്ത് കിടത്തി. രാത്രിയായപ്പം ഒരു 1:30 ആയപ്പം ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നല്ല പനിയുണ്ട്. വീണ്ടും ഞാൻ മരുന്നൊക്കെ കൊടുത്ത് തുടപ്പിച്ച് ചിലപ്പോൾ ഞാൻ അത് ഉറങ്ങിപ്പോയേനെ. പക്ഷെ പരിശുദ്ധ അമ്മേനോട് പറഞ്ഞു, ഉറങ്ങരുത്, കുഞ്ഞിന് ഫിക്സ് വരാൻ പോകുന്നു. ഞാൻ വേഗം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി കൃപാസനത്തിലെ തൈലം വെച്ച് കുരിശ് വരച്ചു. കുഞ്ഞിന് അപ്പോൾ തന്നെ ഫിക്സ് വന്നു. പക്ഷേ അതിന് ഒരു കോംപ്ലിക്കേഷനിലോട്ടും പോയില്ല. അപ്പോൾ തന്നെ കൊച്ച് ഓക്കെ ആയി. ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചന് ഒരു ദിവസം അപ്പച്ചന് നേരത്തെ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ 3 വർഷം മുമ്പ് ചെയ്തേക്കുന്നതാണ്. ഒരു ദിവസം ഭയങ്കരമായിട്ട് നെഞ്ചുവേദന വന്നു. അപ്പം അതിശക്തമായ നെഞ്ചുവേദന വന്നു. അത് കഴിഞ്ഞ് ഞാൻ അന്നേരത്തേക്ക് കൃപാസനം തൈലം എടുത്ത് നെറ്റിയിലും നെഞ്ചത്തും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അപ്പച്ചൻ്റെ കൊന്തയിൽ ഒരു കൃപാസനം കാശുരൂപവും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അപ്പച്ചന് ആ നെഞ്ചുവേദന മാറിയെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ആൻജിയോഗ്രാമൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണിയിലൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മേ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ സന്തോഷത്തോടെ ഇരിക്കുവാണ്, പരിശുദ്ധ അമ്മ തന്നെ അപ്പച്ചൻ്റെ എല്ലാ അസുഖവും മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പിന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റി. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. അന്ന് കുഞ്ഞിനെയും കൊണ്ട് വരാതിരുന്നതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അന്ന് എനിക്കൊരു ബൈബിൾ വചനം കിട്ടിയായിരുന്നു, പരിഭ്രമിക്കേണ്ട, സാത്താൻ നിങ്ങളെ 10 ദിവസത്തേക്ക് പരീക്ഷണത്തിന് വിധേയമാക്കുന്നു. പക്ഷെ അന്ന് ഞാൻ അതെന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് അത് ഞാൻ അടച്ചു വെച്ചു. പക്ഷേ ശരിയാണ്, 10 ദിവസം കുഞ്ഞിന് നല്ല പനിയും മേല് മൊത്തം പൊങ്ങിയും ഇതായിട്ട് വന്നായിരുന്നു. ആ സമയത്ത് അതിന് പ്രത്യേകിച്ച് തക്കാളിപ്പനിയാണ് വന്നത്. പക്ഷേ കുഞ്ഞിന് ഭയങ്കര വാശിയും ദേഷ്യവും, കുഞ്ഞ് ഉറങ്ങുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇതെനിക്കുള്ള ഒരു പരീക്ഷണം, ഇതിന് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കാനില്ല, കുഞ്ഞിനെ നമ്മൾ കംഫോർട്ടാക്കിയിരിക്കുക, എൻ്റെ ക്ഷമയാണ് അതിന് ഏറ്റവും പ്രധാനം. അപ്പോൾ എനിക്ക് ക്ഷമിക്കുവാനും വിസയും ടിക്കറ്റും ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം എൻ്റെ സ്വഭാവ രീതികൾ എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ പരിശുദ്ധ അമ്മ തന്ന ഒരു പരീക്ഷണം, ദൈവം ഒരുക്കിയ ഒരു പരീക്ഷണം തന്നെയായിരുന്നു അത്. അന്ന് രാത്രിയിലൊക്കെ ഉറങ്ങാതെ ഇരുന്ന് കുഞ്ഞിനെയും കൊണ്ട് എടുത്തുകൊണ്ട് കിടക്കും, കുഞ്ഞുറങ്ങത്തില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണ്ടെന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു, ഇത്രയും നീ ടയേർഡായതല്ലേ, പോകണ്ട. പക്ഷേ എനിക്ക് തോന്നിയില്ല, ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹങ്ങൾ, എനിക്ക് പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി, ഒരു ക്ഷീണമില്ലാതെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റി. ആത്മീയമായിട്ട് പിന്നെ പത്രം കൊടുക്കാൻ എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിറ്റേ ദിവസത്തേക്ക് അത് നീട്ടിവെക്കില്ല, അന്ന് തന്നെ ഞങ്ങളത് സോൾവ് ചെയ്യും. ആരോടും മനസ്സിൽ എന്തെങ്കിലും വെറുപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിന് കുറേ നാളായിട്ട് ജലദോഷം നിൽക്കുന്നുണ്ടായിരുന്നു, വിട്ടുമാറാത്ത ജലദോഷം 1 വർഷത്തോളം ഉണ്ടായിരുന്നു കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത്. അന്നെല്ലാം കൃപാസനം തൈലം പുരട്ടി, എല്ലാ ദിവസവും ഞങ്ങൾ കുഞ്ഞുങ്ങളെയും എല്ലാം കൃപാസനം തൈലം പുരട്ടി കുരിശ് വരയ്ക്കും. അതങ്ങനെ വരച്ചതിൻ്റെ ഫലമായിട്ട് ആ ജലദോഷം പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.